ഇലക്ട്രോഐറ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കണ്ടൻസർ എന്ന ചാപ്റ്ററിന്റെ തുടർച്ചയാണ്. അത് കണ്ടൻസറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടൻസറിൽ നമ്മൾ പഠിച്ച രണ്ടെണ്ണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒന്ന് എയർ കൂൾഡ് കണ്ടൻസർ, രണ്ട് വാട്ടർ കൂൾഡ് കണ്ടൻസർ. മൂന്നാമത്തതായിട്ടാണ് ഉള്ളതാണ് ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ. ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ എന്ന് പറയുമ്പോൾ അതിന്റെ കൂളിംഗ് മീഡിയം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കൂളിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ വാട്ടർ ആൻഡ് എയർ. എയറും വാട്ടറുമാണ് കൂളിംഗ് മീഡിയം ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസറിൽ കൂളിംഗ് മീഡിയം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എയറും വാട്ടറും കൂടെയാണ്. ഇതിനു മുമ്പ് രണ്ട് കണ്ടൻസർ നമ്മൾ പഠിച്ചാണ്. ഒന്ന് എയർ കൂൾഡ് കണ്ടൻസർ. എയർ കൂൾഡ് കണ്ടൻസറിൽ കൂളിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത് എയർ മാത്രമായിരുന്നു. തൊട്ടടുത്തായിട്ട് നമ്മൾ പഠിച്ചു വാട്ടർ കൂൾഡ് കണ്ടൻസർ. വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ നമ്മൾ കൂളിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ ആയിരുന്നു. എന്നാൽ ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസറിൽ നമ്മൾ വാട്ടറും എയറും ഇത് രണ്ടും കൂടെയാണ് കൂളിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കാം ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ കാണുന്നത് റെഫ്രിജറന്റ് കടന്നു പോകുന്ന കണ്ടൻസർ കോയിലാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ റെഫ്രിജറന്റ് കടന്നു പോകുന്ന ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ് ഈ കണ്ടൻസർ കോയിലൂടെ കടന്നു വരും. അപ്പോൾ ഇതിലുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യാന്നുള്ള ഈ കണ്ടൻസർ ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഇതിന്റെ പാർട്സുകൾ ആദ്യം പറയാം. ഒന്ന്, ഇതുപോലെ ഒരു എൻക്ലോസ്ഡ് ഫ്രെയിം ഉണ്ടായിരിക്കും. എൻക്ലോസ്ഡ് ഫ്രെയിം, അതിന്റെ ഒരു ഭാഗത്ത് അടിവശത്തായിട്ട് എയർ കടന്നു വിടാനായിട്ട് ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടിഭാഗത്ത് വാട്ടർ കളക്ട് ചെയ്യുന്ന ഒരു ടാങ്ക് ഉണ്ടായിരിക്കും, വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ആ വെള്ളത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഫ്ലോട്ട് വാൽവും വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ വെള്ളത്തിനെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാട്ടർ പമ്പും വെച്ചിട്ടുണ്ട്. വാട്ടർ പമ്പിൽ നിന്ന് കണ്ടൻസറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സ്പ്രേ ഹെഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. 1, 2, 3, 4 എന്താ, ഇതാണ് സ്പ്രേ ഹെഡറുകൾ. പിന്നുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഫാൻ മോട്ടറിൽ നിന്ന് വരുന്ന ഈ എയറിനെ മുകളിലേക്ക് പുറത്തേക്ക് കടത്തി വിടുന്നതിന് വേണ്ടി ഇവിടെ എയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എലിമിനേറ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും. എലിമിനേറ്റേഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ എയർ കടന്നു പോകുമ്പോൾ അതിനോട് കൂടി വെള്ളത്തുള്ളികൾ പുറത്തേക്ക് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എയർ കടന്നു പോകുമ്പോൾ വേണം അതിലുള്ള വെള്ളം കടന്നു പോവുകയും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എലിമിനേറ്റേഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെ എയർ ഔട്ടാവും. ഈ ഫാന് ഇവിടുന്ന് എയർ എടുക്കും, എന്നിട്ട് ഈ കണ്ടൻസറിന്റെ ട്യൂബിന്റെ മുകളിൽ കൂടി മേലേക്ക് എയർ ഔട്ട് ചെയ്യും. ഇതിന്റെ പേര് ഡ്രിഫ്റ്റ് എലിമിനേറ്റേഴ്സ് ആണ്. ഡ്രിഫ്റ്റ് മൂലം വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എലിമിനേറ്റർ വെക്കും. അതാണ് ഡ്രിഫ്റ്റ് എലിമിനേറ്റർ. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം അപ്പൊ നോക്കാം. an evaporative cooled condenser use both air and water is condensing medium. അത് ഒരു ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ കണ്ടൻസിങ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത് എയറും വാട്ടറും കൂടെയാണ്. These condensers perform the combined function of water cooled condenser and cooling tower. ഒരു കൂളിംഗ് ടവറിന്റെയും അതുപോലെ വാട്ടർ കൂൾഡ് കണ്ടൻസറിന്റെയും രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൽ നടക്കുന്നത്.
ഓക്കെ, ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ്, കംപ്രസറിൽ നിന്ന് വരുന്ന ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ് ഇതിലൂടെ കടന്നു വരും. ഈ ട്യൂബിലൂടെ വന്ന് ഇതിലൂടെ പുറത്തു പോകും. അതേസമയം ഇവിടെ ഈ ടാങ്കിലുള്ള വെള്ളം മുകളിൽ നിന്ന് ഈ ട്യൂബിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ട്യൂബിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുക? അതിനോട് കൂടി തന്നെ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ട് ഈ പുറത്തുനിന്നുള്ള വായു ഇതിലൂടെ മേലേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? കണ്ടൻസർ, ഈ ഹോട്ട് വേപ്പർ റെഫ്രിജറന്റിലുള്ള കണ്ടൻസർ ഹീറ്റായ കണ്ടൻസർ വെള്ളം മുകളിൽ നിന്നുള്ള വെള്ളം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഹീറ്റിനെ വിട്ട് ഇതിന്റെ ഉള്ളിലുള്ള റെഫ്രിജറന്റ് പതിയെ ലിക്വിഡായി മാറും. ഓക്കെ, അപ്പോഴെന്താ സംഭവിക്കുക? ഈ വരുന്ന വെള്ളം കണ്ടൻസർ തട്ടിയിട്ട് വെള്ളം ചൂടാവും. ആ ചൂടായ വെള്ളം ഇവിടെ നിന്നുള്ള ഫാൻ വെച്ച് ഇവിടുന്ന് എയർ കടത്തി വിടുന്നതുകൊണ്ട് ആ എയറിലേക്ക് ഹീറ്റിനെ കടത്തി വിട്ടിട്ട് വെള്ളം എന്ത് ചെയ്യും? വെള്ളം തണുക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ പ്രവർത്തനം. അതായത് റെഫ്രിജറന്റിനെ കൂൾ ചെയ്യിക്കുന്നത് വാട്ടറും, ഇതിലൂടെ കടന്നു വരുന്ന ഈ വാട്ടറിനെ തണുപ്പിക്കുന്നത് ഇവിടുന്ന് കടന്നു പോകുന്ന എയറും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇവിടുന്ന് വരുന്ന ഈ വെള്ളം, ചൂടായ വെള്ളം തണുത്ത് ഈ ടാങ്കിലേക്ക് തന്നെ വീണ്ടും കളക്ട് ചെയ്യും. പിന്നെ വീണ്ടും അതേ വെള്ളം തന്നെ വീണ്ടും ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്തിട്ട് വീണ്ടും കണ്ടൻസറിലേക്ക് ചാടിക്കും. അതിന്റെ ഫലമായിട്ട് റെഫ്രിജറന്റ് ലിക്വിഡായി മാറും. ലിക്വിഡ് നേരെ റിസീവറിലേക്ക്, ഈ ലിക്വിഡ് റെഫ്രിജറന്റ് റിസീവറിലേക്ക് പോകും. അതാണ് ഇവാപറേറ്റീവ് കൂൾഡ് കണ്ടൻസർ. നെക്സ്റ്റ്, കൂളിംഗ് ടവർ ആൻഡ് സ്പ്രേ പോൺസ് ആൻഡ് കൂളിംഗ് പോൺസ്. അപ്പോൾ കൂളിംഗ് ടവർ, സ്പ്രേ പോൺസ് ആൻഡ് കൂളിംഗ് പോൺസ്. ഇതിൽ കൂളിംഗ് ടവറിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. കൂളിംഗ് ടവർ എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ നേരത്തെ മുൻപുള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കൂളിംഗ് ടവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, വാട്ടർ കൂൾഡ് കണ്ടൻസർ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വാട്ടർ, രണ്ട് ടൈപ്പ് വാട്ടർ സർക്കുലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. ഒന്ന് റീസർക്കുലേറ്റഡ് വാട്ടർ സിസ്റ്റം, വേസ്റ്റ് വാട്ടർ സിസ്റ്റം. ഇങ്ങനെ രണ്ട് സിസ്റ്റം വാട്ടർ കൂൾഡ് സിസ്റ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വേസ്റ്റ് വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണോ, ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ടെന്നുള്ളൂ. വേസ്റ്റ് വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടൻസറിനെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം നമ്മൾ റീയൂസ് ചെയ്യുന്നില്ല, പുറത്തേക്ക് ഒഴുക്കി വിടുക. അതിനാണ് വേസ്റ്റ് വാട്ടർ സിസ്റ്റം എന്ന് പറയാം. രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് റീസർക്കുലേറ്റഡ് വാട്ടർ സിസ്റ്റം. റീസർക്കുലേറ്റഡ് വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടൻസർ കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. വീണ്ടും അതേ വെള്ളം തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതേ വെള്ളം തന്നെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? നേരത്തെ ഉപയോഗിച്ച വെള്ളം കണ്ടൻസറിൽ തട്ടിയിട്ട് ചൂടുണ്ടായിരിക്കും. ആ ചൂടിനെ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് വീണ്ടും കൂൾ വാട്ടർ ആയിട്ട് മാറ്റണം. അപ്പൊ അങ്ങനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടവറാണ് കൂളിംഗ് ടവർ. അതിനുപയോഗിക്കുന്ന പ്രത്യേക ഒരു സംവിധാനമാണ് കൂളിംഗ് ടവർ. കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ, കൂളിംഗ് ടവർ is a enclosed tower like a structure through which atmospheric air circulates to cool large quantities of warm water pumped from the water cooled condenser of a refrigerant system.
കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ ഒരു എൻക്ലോസ്ഡ് ടവർ, ഒരു അടയ്ക്കപ്പെട്ട, അതായത് 4 ഭാഗവും ഷീറ്റ് കൊണ്ട് മൂടിയ ഒരു ടവറാണ് കൂളിംഗ് ടവറായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് എയർ അതിലേക്ക് കടന്നു വരാനുള്ള ഭാഗങ്ങളൊക്കെ അതിനുണ്ടായിരിക്കും. ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം അതിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ വളരെയധികം വെള്ളം നമുക്ക് തണുപ്പിക്കാനുള്ള ഒരു സംവിധാനവും അതിലുണ്ടായിരിക്കും. മാത്രമല്ല ഒരു വാട്ടർ പമ്പും ഒരു ഫാനും ഉപയോഗിച്ചാണ് നമ്മൾ ഈ കൂളിംഗ് ടവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ കൂളിംഗ് ടവർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തില് കണ്ടൻസർ, വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണ് ഉപയോഗിക്കുന്നതിൽ അതിൽ നിന്ന് വരുന്ന വാം വാട്ടർ, അതായത് ചൂടുള്ള വെള്ളത്തിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാം വാട്ടറിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എൻക്ലോസ്ഡ് ടവർ ആണ് കൂളിംഗ് ടവർ. ഒന്നുകൂടി പറഞ്ഞാൽ വാട്ടർ കൂൾഡ് കണ്ടൻസർ ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ വാം വാട്ടറിനെ, കണ്ടൻസർ തണുപ്പിച്ചു വരുന്ന വെള്ളം ചൂടുണ്ടായിരിക്കും, അപ്പൊ ആ ചൂടുള്ള വെള്ളത്തിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടവറാണ് കൂളിംഗ് ടവർ. കൂളിംഗ് ടവർ 2 വിധത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്നും 2 മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്നും 2 തരംതിരിവുകളുണ്ട്. ഒന്ന് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, 2 മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അതിൽ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയർ മാത്രം ഉപയോഗിച്ചത്, അത് വേറൊന്നിന്റെ സഹായമില്ലാതെ സാധാ അന്തരീക്ഷത്തിലുള്ള വായു മാത്രം ഉപയോഗിച്ചിട്ട് കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടറിനെ അല്ലെങ്കിൽ വാം വാട്ടറിനെ തണുപ്പിക്കുന്ന രീതിയാണ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. In this type, air circulated through the tower by natural convection. സാധാ അന്തരീക്ഷ വായു ഉപയോഗിച്ച് നാച്ചുറൽ കൺവെൻഷനിലൂടെ വാട്ടറിനെ തണുപ്പിക്കുന്ന രീതിയാണ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ ഉപയോഗിക്കുന്നത്. ഇതിനെ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്നും പറയും. എന്താണ് പറയാം? അറ്റ്മോസ്ഫിയറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അത് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന്റെ മറ്റൊരു പേരാണ് അറ്റ്മോസ്ഫിയറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. ഓക്കെ, അതിൽ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ 2 ടൈപ്പ് ആയിട്ട് വീണ്ടും തരംതിരിവുണ്ട്. ഒന്നിനെ സ്പ്രേ ടൈപ്പ് എന്നും സ്പ്ലാഷ് ഡക്ക് ടൈപ്പ് എന്നും പറയും. ഒന്ന് സ്പ്രേ ടൈപ്പ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, 2 സ്പ്ലാഷ് ഡക്ക് ടൈപ്പ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അതിൽ സ്പ്രേ ടൈപ്പ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, അതിന്റെ കൺസ്ട്രക്ഷൻ ഏകദേശം ഈ ഫിഗറിൽ കാണുന്ന പോലെ ആയിരിക്കും. നോക്കാം, ഇതുപോലെ നമ്മൾ പറഞ്ഞു കണ്ടൻസറിൽ നിന്ന് വരുന്ന വാട്ടർ കൂൾ കണ്ടൻസർ ഉപയോഗിച്ച് വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ നിന്ന് വരുന്ന വാം വാട്ടറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൂളിംഗ് ടവറുകൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാട്ടർ കൂൾഡ് കണ്ടൻസറിന് വരുന്ന ഹോട്ട് വാട്ടർ ആണ് ഇതിലൂടെ കടന്നു വരുന്നത്. ഓക്കെ, ഇതിന് ഇവിടെ സ്പ്രേ ഹെഡറുകൾ ഉണ്ടായിരിക്കും, സ്പ്രേ നോസിലുകൾ, അല്ലെങ്കിൽ ഈ ട്യൂബിന് നിറയെ താഴേക്ക് ഹോളുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഫിഗറിൽ സ്പ്രേ ഹെഡർ കാണുന്നില്ല. ഓക്കെ, എന്നിരുന്നാലും ഈ ട്യൂബിന് ഈ ഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് ഹോളുകൾ ഉണ്ടായിരിക്കും. ആ ഹോളിലൂടെ ഇവിടെ ഒരു വാട്ടർ പമ്പ് വെച്ചിട്ടാണ് ഇതിലേക്ക് ഈ ഹോട്ട് വാട്ടർ കടത്തിവിടുക. അപ്പൊ ഇതുവഴി ഹോട്ട് വാട്ടർ
സ്പ്രേ ശക്തിയായി ഈ സമ്പിലേക്ക് താഴെയുള്ള ഈ ടാങ്കിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ വാട്ടർ പാർട്ടിക്കിൾസ് ആയിട്ട് താഴേക്ക് നന്നായി സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഹോട്ട് വാട്ടർ ഇവിടുന്ന് ഈ താഴെ ഭാഗത്തേക്കുള്ള ഈ ഹോൾ വഴി ഈ ടാങ്കിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഈ സെയിം ടൈമിൽ അതേ സമയത്ത് എന്ത് ചെയ്യും, അന്തരീക്ഷ വായു ഇതിലൂടെ കടന്നു പോകുന്ന ഇതിലൂടെ ഈ രണ്ട് സൈഡിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് മോൾ ഭാഗത്തു കൂടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് വാം വാട്ടറിൽ നിന്നുള്ള ഹീറ്റ് ഈ എയറിലേക്ക് വരികയും അതുവഴി എയർ ചൂടാവും. എയർ ചൂടാകുമ്പോൾ ചൂടുള്ള എയർ എന്ത് ചെയ്യും, മോൾ ഭാഗത്തേക്ക് ഉയരും. കാരണം തണുത്ത എയർ മാത്രമേ താഴെ നിൽക്കുള്ളൂ. ചൂടുള്ള വായു മുകളിലേക്ക് പൊങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് മുകളിലേക്ക് പോയിട്ട് ഈ മോൾ ഭാഗത്തുള്ള ഈ ഹോളിലൂടെ പുറത്തു പോകും. അങ്ങനെയാണ് സ്പ്രേ ടൈപ്പ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ ഈ ഹോട്ട് വാട്ടറിനെ വാം വാട്ടർ ആക്കുന്നത്. അങ്ങനെ ഈ താഴേക്ക് ഈ ടാങ്കിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെയുള്ള ഈ ഹോട്ട് വാട്ടർ എന്ത് ചെയ്യും, വാം വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ആയിട്ട് ഈ ടാങ്കിലേക്ക് കളക്ട് ചെയ്യും. വീണ്ടും ഈ വെള്ളം എന്ത് ചെയ്യും, വാട്ടർ കൂൾഡ് കണ്ടൻസറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇതിന്റെ ഭാഗങ്ങൾ നോക്കാം. ഒന്ന് എയർ കടന്നു വരാനുള്ള രണ്ട് ഭാഗങ്ങൾ, പിന്നെ എയർ ഔട്ട് ആവാനുള്ള മുകളിലേക്കുള്ള ഒരു ഹോള്, ഹോട്ട് വാട്ടർ വരാനുള്ള ഒരു ട്യൂബ്. ഈ ട്യൂബിന്റെ അടിവശത്ത് സ്പ്രേ നോസിലുകൾ ഉണ്ടായിരിക്കും. ഈ സ്പ്രേ നോസിലുകളുടെയാണ് താഴേക്ക് ഈ ടാങ്കിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടറായി മാറും ഈ എയർ കിട്ടുന്നതിന്റെ സഹായത്താൽ. അപ്പോൾ ഈ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി അടിയിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ടാങ്കിൽ കളക്ട് ചെയ്യുന്ന വെള്ളം വീണ്ടും വാട്ടർ കൂൾ കണ്ടൻസറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യപ്പെടും. പ്രവർത്തനം ഒന്നുകൂടി പറഞ്ഞാൽ, ഹോട്ട് വാട്ടർ ഈ ട്യൂബിലൂടെ വന്നിട്ട് സ്പ്രേ ഹെഡർ വഴി താഴേക്ക് സ്പ്രേ ചെയ്യപ്പെടും. സ്പ്രേ ചെയ്യുമ്പോൾ വളരെ ചെറിയ കണികളായിട്ട് ഈ സ്പ്രേ ചെയ്യുന്നതിന്റെ ഫലമായി ഏറ്റവും ചെറിയ കണികളായിട്ട് വാട്ടർ മാറും. അതേസമയം ഈ എയർ ഈ വാട്ടർ പാർട്ടിക്കിൾസ് തട്ടുമ്പോൾ വാട്ടർ പാർട്ടിക്കിൾസ് എയറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും എയർ ചൂടാവും, വാട്ടർ തണുക്കുകയും ചെയ്യും. കോൾഡ് വാട്ടർ താഴെ ടാങ്കിലേക്ക് സംഭരിക്കുകയും എയർ ചൂടാവുന്നതിന്റെ ഫലമായിട്ട് ചൂടാവുന്ന എയർ മുകളിലേക്ക് ടോപ്പിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. സ്പ്രേ ടൈപ്പ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അതിലത്തെ രണ്ടാമത്തെ അറിയുന്നൊരു സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ് അറ്റ്മോസ്ഫിയറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ് അറ്റ്മോസ്ഫിയറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. ഇതിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. നേരത്തെ കണ്ട പോലെ തന്നെ താഴെ ഒരു ടാങ്ക്, അതുപോലെ എയർ കടന്നു വരാനുള്ള രണ്ട് സൈഡിലും രണ്ട് ഓപ്പണിങ്ങുകൾ. മുകളിൽ എയർ കടന്നു ഹോട്ട് എയർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മുകളിലൊരു ഹോള്. അപ്പൊ ഇവിടെ എയർ കടന്നു വരാനുള്ള ഒരു ഹോള് രണ്ട് സൈഡിലും, മുകളിൽ കൂടെ ഹോട്ട് എയർ രക്ഷപ്പെടാനുള്ള പുറത്തേക്ക് പോകാനുള്ള ഒരു ഹോള്. ഇത്രയാണ് ഉണ്ടാവുന്നത്. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ വാട്ടർ കൂൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ വരാനുമുള്ള ഒരു ട്യൂബ്. ഈ ട്യൂബിന്റെ നോക്കാം, മുകളിലേക്ക് സ്പ്രേ ഹെഡർ വെച്ചിട്ടുണ്ട്. അപ്പൊ മുകളിലേക്കാണ് സ്പ്രേ ചെയ്യുന്നത്. മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴേക്ക് തന്നെ വന്ന് വീഴും. വന്ന് വീഴുന്നത് എങ്ങനെ, നേരിട്ട് ഈ ടാങ്കിലേക്കല്ല, പകരം എങ്ങനെയാണ്, ഇവിടേക്ക് ഓരോ ഡക്കുകൾ വെച്ചിട്ടുണ്ട്. പാക്കിംഗ് നോക്കാം, ഡക്കുകൾ മീൻസ് ചെറിയ ഒരു പാത്രങ്ങൾ. അപ്പൊ ഈ പാത്രത്തിൽ തട്ടി ഇതിലേക്ക് വീഴും, ഇതിൽ തട്ടി ഇതിലേക്ക് വീഴും, ഇതിൽ തട്ടി ഇതിലേക്ക് വീഴും, ഇതിൽ തട്ടി ഇതിലേക്ക് വീഴും. അതായത് നേരിട്ടുള്ള പെട്ടെന്നുള്ള ഇവിടുന്ന് നേരെ ടാങ്കിലേക്ക് വീഴുന്നതിന്റെ സമയം ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ട്
ആദ്യം ഈ ഡെക്കിലേക്ക് വീഴും, പിന്നെ ഇതിലേക്ക് ഇങ്ങനെ താഴേക്ക് സമയം എടുത്തുകൊണ്ട് താഴേക്ക് വീഴുന്നുകൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ അതേ പ്രവർത്തനം തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ ഡെക്ക് വെച്ചതുകൊണ്ട് ഇതിനെ സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ് എന്ന് പേര് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഒന്ന് സ്പ്രേ ടൈപ്പ്, രണ്ട് സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ്. അപ്പൊ ഇതില് സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ് ആവുന്നതുകൊണ്ട് ഇതില് സ്പ്ലാഷ് ഡെക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ് എന്ന് പറയുന്നത്. പ്രവർത്തനം നേരത്തെ അതേപോലെ തന്നെ. എങ്ങനെ? നാച്ചുറൽ എയർ ഇതിലൂടെ കടന്നു വരും, കൂളിംഗ് ടവറിലേക്ക് കടന്നു വരും. അതേസമയം ഹോട്ട് വാട്ടർ ഇവിടെ സ്പ്രേ ചെയ്തിട്ട് ഈ ഡെക്കിലൂടെ താഴേക്ക് വീണുകൊണ്ടിരിക്കും. ഈ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന വാട്ടർ പാർട്ടിക്കിൾസിന്റെ ഇടയിലൂടെ ഈ എയർ കടന്നു പോകുമ്പോൾ എയറിലേക്ക് വാട്ടറിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ആവുകയും അതുവഴി വെള്ളം കൂളാവുകയും കൂളായിട്ടുള്ള വെള്ളം താഴെ ഈ ടാങ്കിൽ സംഭരിക്കുകയും ഹീറ്റായ എയർ, വെള്ളത്തിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത എയർ സ്വാഭാവികമായിട്ട് എയറിന്റെ വെയിറ്റ് കുറയുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇതുവഴി പുറത്തേക്ക് പോകും. കൂളായ വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ കൂൾഡ് കണ്ടൻസറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാൽ, ഒന്ന് സ്പ്രേ ടൈപ്പ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, രണ്ട് സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ് അറ്റ്മോസ്ഫറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അത് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന്റെ തന്നെ വേറെ പേരും കൂടി അറിയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അതാണ് അറ്റ്മോസ്ഫറിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അതുകൊണ്ട് രണ്ടിനും രണ്ട് പേര് കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇതും സ്പ്രേ ടൈപ്പും സ്പ്ലാഷ് ഡെക്ക് ടൈപ്പും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? സ്പ്ലാഷ് ഡെക്ക് ടൈപ്പിന് ഇവിടെ ഡെക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഡെക്ക് മീൻസ് ചെറിയ പാത്രങ്ങൾ. അത് നേരിട്ട് ഇവിടെ നേരെ, ഇപ്പൊ സ്പ്രേ ടൈപ്പിലാണെങ്കിൽ ഇവിടെ നേരെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സമ്പിലേക്ക് വന്ന് ചാടും. സമ്പ് അല്ലെങ്കിൽ ടാങ്ക് പറഞ്ഞാൽ കളക്ട് ചെയ്യാനുള്ള, വെള്ളം കളക്ട് ചെയ്യാനുള്ള ഒരു പാത്രം, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അടിവശത്തെ വെള്ളം സംഭരിക്കാനുള്ള ഒരു സംവിധാനം. അതിലേക്ക് നേരിട്ട് വന്ന് വീഴും. നേരെ മറിച്ച് സ്പ്ലാഷ് ഡെക്ക് ടൈപ്പില് സ്പ്രേഡറിൽ നിന്ന് വരുന്ന വെള്ളം നേരിട്ട് വീഴില്ല, പകരം ഈ ഡെക്കിൽ നിന്ന് ഇതിൽ ചാടി, ഇതിൽ വന്ന് അങ്ങനെ ഇവിടുന്ന് വെള്ളം താഴേക്ക് പതിക്കാനുള്ള സമയം വീണ്ടും കൂടും. അതുവഴി കൂടുതൽ വെള്ളം കൂളാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സ്പ്ലാഷ് ഡെക്ക് കൊണ്ടുള്ള പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് രണ്ടാമത്തെ തരംതിരിവാണ്. ഒന്ന് കൂളിംഗ് ടവറിൽ രണ്ട് തരംതിരിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, രണ്ട് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അപ്പൊ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ രണ്ട് ടൈപ്പ് നിങ്ങൾ പഠിച്ചു, സ്പ്രേ ടൈപ്പും സ്പ്ലാഷ് ഡെക്ക് ടൈപ്പും. ഇനി രണ്ടാമത്തെ തരംതിരിവായ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ കുറിച്ച്. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ, the mechanical draft cooling tower are similar to atmospheric draft cooling tower, except the fan are used to force air through them. These towers may be used either propeller or centrifugal fans. അപ്പൊ എന്താണ് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ പോലെ തന്നെ. എന്താ വ്യത്യാസം? ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിനേക്കാൾ ഉപരി ഇതിൽ ഒരു ഫാൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് മാത്രം. പിന്നെ ഫാനുകൾ രണ്ട് ടൈപ്പ് ഫാനുകൾ ഉപയോഗിക്കും. ഒന്ന് പ്രൊപ്പല്ലർ ടൈപ്പ് ഫാൻ ഉപയോഗിക്കും, രണ്ട് സെൻട്രിഫ്യൂഗൽ ഫാൻസും ഉപയോഗിക്കും. പ്രവർത്തനങ്ങളെല്ലാം സെയിം ആണ്. അപ്പോൾ എന്താ വ്യത്യാസം? മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറും നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, രണ്ടും കാഴ്ചയിൽ ഒരേപോലെ തന്നെ ആയിരിക്കും. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എയറിനെ കടത്തിവിടാൻ വേണ്ടി ഒരു ഫാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് മാത്രം.
ഓക്കെ. ഇനി മെക്കാനിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ രണ്ട് ടൈപ്പ് ഉണ്ട്. മെക്കാനിക് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവേഴ്സ് ആർ ടു ടൈപ്സ്. ഒന്ന് ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, രണ്ടാമത്തെ ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, രണ്ട് ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അപ്പൊ എന്താണ് ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ? ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ കൂൾഡ് കണ്ടൻസറിനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫിഗർ കിട്ടിയതുകൊണ്ട് ഇങ്ങനെ വെച്ചാണ്. ഇത് വാട്ടർ കൂൾഡ് കണ്ടൻസർ. കൂളിംഗ് ടവർ ഇത്രയും ഭാഗമാണ് കൂളിംഗ് ടവർ ഉള്ളത്. ഈ പച്ച കാണുന്ന ഭാഗം മാത്രമാണ് കൂളിംഗ് ടവർ. ഓക്കെ, അപ്പൊ കൂളിംഗ് ടവർ നോക്കാം. നേരത്തെ പറഞ്ഞ ഓരോ കൂളിംഗ് ടവറും ഡയഗ്രാം വ്യത്യസ്തമാണ്, പക്ഷെ എല്ലാതും കാണാൻ ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഇതാ ഈ പച്ച കളർ കാണുന്ന ഈ ഭാഗമാണ് കൂളിംഗ് ടവർ. നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് വാട്ടർ ചുവന്ന കളറിൽ വരുന്നത് ഹോട്ട് വാട്ടറിനെ പ്രതിനിധീകരിക്കുന്നു. ഹോട്ട് വാട്ടർ മുകളിലുള്ള സ്പ്രേഡറിലൂടെ, സ്പ്രേ നോസിലൂടെ, സ്പ്രേഡർ എന്ന് പറഞ്ഞാൽ ഇത്, സ്പ്രേ നോസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ ഈ നീല കാണുന്ന ഭാഗം, സ്പ്രേ നോസിലൂടെ താഴേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയം തന്നെ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അല്ലെ. നേരത്തെ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ ഉള്ളതിനേക്കാൾ അധികമുള്ളത് ഇവിടെ ഒരു ഫാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫാൻ വെച്ചിരിക്കുന്നത് താഴെ ഭാഗത്താണ്, താഴെയാണ്. പിന്നെ എയർ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിങ്, അതിൽ എലിമിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എയറിന്റെ കൂടെ വെള്ളം പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എലിമിനേറ്റേഴ്സ്. അതും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്താ സംഭവിക്കാം? ഹോട്ട് വാട്ടർ മോൾ ഭാഗത്ത് സ്പ്രേഡറിലൂടെ താഴെ, സ്പ്രേ നോസിലൂടെ ടൈനി വളരെ ചെറിയ വാട്ടർ കണികകളായിട്ട് താഴേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം എന്ത് സംഭവിക്കും? ഫാൻ ഉപയോഗിച്ചിട്ട് പുറത്തുനിന്ന ലെയർ ശക്തിയായിട്ട് ഈ കൂളിംഗ് ടവറിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതാവും. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ പാർട്ടിക്കിൾസ്, അതിൽ നിന്നുള്ള ഹീറ്റിനെ ഈ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ഹോട്ട് വാട്ടറിൽ നിന്നുള്ള ചൂടിനെ അല്ലെ ഹീറ്റിനെ പുറത്തേക്ക് തള്ളുകയും അത് കോൾഡ് വാട്ടറായി മാറും. ഈ സമ്പിലേക്ക്, അടിയിലുള്ള ടാങ്കിലേക്ക് കളക്ട് ചെയ്യും. അതേസമയം ഈ കോൾഡ് വാട്ടർ കൂൾഡ് കണ്ടൻസറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യപ്പെടും. ഇത് വാട്ടർ കൂൾഡ് കണ്ടൻസറാണ്. ഈ ഫിഗറിൽ വാട്ടർ കൂൾഡ് കണ്ടൻസർ ഉൾപ്പെടെയുള്ള ഫിഗറാണത്. കൂളിംഗ് ടവർ ഇത്ര തന്നെ ഉള്ളൂ. ഈ പച്ച കാണുന്ന ഭാഗം മാത്രം തന്നെ ഉള്ളൂ കൂളിംഗ് ടവർ. നോക്കുക, കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ റെഫ്രിജറന്റ് സ്പ്രേഡറിലൂടെ മുകളിൽ നിന്ന് താഴേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഇവിടെ ഒരു ഫാൻ ഉപയോഗിച്ചിട്ട് അന്തരീക്ഷ വായുവിനെ, പുറത്തുനിന്നുള്ള കോൾഡ് എയറിനെ അകത്തേക്ക് കടത്തിവിടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നുള്ള ഹീറ്റ്, വാട്ടറിൽ നിന്നുള്ള ഹീറ്റ് എയറിലേക്ക് റിജക്ട് ചെയ്യും. അതുവഴി വെള്ളം തണുക്കുകയും താഴെയുള്ള ഈ ടാങ്കിലേക്ക് കളക്ട് ചെയ്യും. അതിൽ നിന്ന് നേരെ വാട്ടർ കൂൾഡ് കണ്ടൻസറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഹീറ്റ് കിട്ടിയ ഹോട്ട് എയർ എന്ത് ചെയ്യും? ഈ എയർ ഔട്ട്, ഈ പാസിങ്ങിലൂടെ പുറത്തേക്ക് പോകും. അങ്ങനെയാണ് ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ വർക്ക് ചെയ്യുന്നത്. നോക്കുക, അപ്പോൾ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറും ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ഇതിന് മുമ്പുള്ള
നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ ഇവിടെ ഫാൻ ഉണ്ടായിരുന്നില്ല. ഇതിലൂടെ എയർ അന്തരീക്ഷ വായുവിൽ നിന്ന് സാധാരണ കാറ്റുള്ള സമയത്ത് ഉള്ളിലേക്ക് എയർ വലിച്ചെടുക്കുകയായിരുന്നു. ഇവിടെ നമ്മളൊരു ഫാൻ ഉപയോഗിച്ചിട്ടാണ് പുറത്തുനിന്നുള്ള എയറിനെ ടവറിന്റെ അകത്തേക്ക് കടത്തിവിടുന്നത്. മാത്രമല്ല ഈ ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ നോക്കുക, ഫാനിന്റെ സ്ഥാനം താഴ്ഭാഗത്താണ്. അപ്പൊ ഇവിടെ നിന്ന് വലിച്ചെടുത്തിട്ട് മുകളിലൂടെ ഇങ്ങനെ തള്ളുകയാണ്. ഇവിടെ നിന്ന് വലിച്ചെടുത്ത് മുകളിലൂടെ തള്ളാം. ഫാനിന്റെ സ്ഥാനം താഴ്ഭാഗത്താണ്, അത് മനസ്സിലാക്കി വെക്കാം. വർക്കിംഗ് എല്ലാം സെയിം ആണ്. ഇനി അടുത്തത് ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ നോക്കാം, കൂളിംഗ് ടവർ നേരത്തെ പോലെ തന്നെ സെയിം. ഭാഗങ്ങള് അടിഭാഗത്ത് ഒരു ടാങ്ക്, സ്പ്രേ ഹെഡർ, ഹോട്ട് വാട്ടർ വരുന്ന സ്പ്രേ ഹെഡർ, നോസിൽ, പിന്നെ ഉള്ളിലേക്ക് എയർ വലിച്ചെടുക്കാനുള്ള ലൂവേഴ്സ്. ഇങ്ങനെ ചെരിഞ്ഞ ഈ പല ചെരിഞ്ഞ ഭാഗത്തിനെ ലൂവേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, എയർ മുകളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്പണിങ്ങൾ രണ്ട് സൈഡിലും. ഇനി ഹോട്ട് എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മുകളിലൊരു ഓപ്പണിങ്. പിന്നെ നോക്കുക, ഇതിന്റെ ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മുകൾ വശത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ ഫാനിന്റെ സ്ഥാനം ഇവിടെ ആയിരുന്നു, താഴ്ഭാഗത്തായിരുന്നു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ ഫാനിന്റെ സ്ഥാനം മുകളിലാണ്. അതാണ് അത് രണ്ടും തമ്മിലുള്ള പ്രത്യേകത. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഡ്രിഫ്റ്റ് എലിമിനേറ്റേഴ്സ് ഉണ്ട്. ഡ്രിഫ്റ്റ് മൂലം വെള്ളം മുകളിലേക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, എയറിന്റെ കൂടെ വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രിഫ്റ്റ് എലിമിനേറ്റേഴ്സ് ഉണ്ട്. വാട്ടർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇവിടെ സ്പ്രേ ഹെഡറുകൾ ഉണ്ട്. പിന്നെ എയർ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്പണിങ്, പിന്നെ എയർ വാട്ടർ കളക്ട് ചെയ്യാനുള്ള ഒരു റിസർവോയർ അല്ലെങ്കിൽ ടാങ്ക് അല്ലെങ്കിൽ സമ്പ്. മുകൾ ഭാഗത്താണ് ഫാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതാണ് ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന്റെ പ്രത്യേകത. മുകൾ ഭാഗത്തായിരിക്കും ഫാൻ. ഇനി പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് വാട്ടർ മുകൾ ഭാഗത്ത് വരും. സ്പ്രേ ഹെഡറിലൂടെ സ്പ്രേ നോസിലൂടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. വളരെ നേർത്ത സ്പ്രേ പാർട്ടിക്കിൾസ് ആയിട്ട്, ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്രേ അടിയിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതേസമയത്ത് ഇവിടെ തിരിയുന്ന ഇവിടെ വർക്ക് ചെയ്യുന്ന ഫാന് മുകളിലാണ് ഫിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എയർ വലിച്ചെടുക്കുക എവിടെ നിന്നാണ്? പുറത്തുനിന്നാണ്. ഇതുവഴി വേറെ എവിടെ നിന്ന് എയർ കിട്ടാനില്ല. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് അടിവശത്ത് ഈ ഓപ്പണിങ്ങിലൂടെ എയർ മുകളിലേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് പുറത്തേക്ക് ഇവിടെ തള്ളിക്കൊണ്ടിരിക്കും. ഇതിനെ ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്നാണ് പറയുന്നത്. ഇൻഡ്യൂസ് ഫാൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വലിച്ചെടുത്ത് ഇതിൽ കൂടി തള്ളുന്നതിനെ ഫോഴ്സ് പറയും. ഇത് ഇവിടുന്ന് വലിച്ചെടുത്ത് ഇവിടെയാണ് തള്ളുന്നത്. മോട്ടറിന്റെ സ്ഥാനം മാറി മുകൾ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന് വ്യത്യാസം വരാൻ കാരണം. ഇനി സ്പ്രേ ഹെഡറിലൂടെ വരുന്ന ഹോട്ട് വാട്ടർ താഴേക്ക് ഈ റിസർവോയറിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇവിടെ പുറത്തുനിന്നുള്ള അറ്റ്മോസ്ഫിയറിക് എയർ, കോൾഡ് എയർ, പുറത്തുനിന്നുള്ള തണുത്ത വായു ഉള്ളിലേക്ക് കടന്നു വരും. അപ്പൊ ഈ സ്പ്രേ ഹെഡിലൂടെ വരുന്ന ഹോട്ട് വാട്ടറിൽ നിന്ന് ഈ വായുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും അതുവഴി വെള്ളം തണുത്ത് ഇവിടെ റിസർവോയറിൽ ചാടുകയും ഹോട്ട് എയർ എന്ത് ചെയ്യും? ഇതുവഴി പുറത്തു പോവുകയും ചെയ്യും. പ്രവർത്തനം എല്ലാ കൂളിംഗ് ടവറിന്റെയും ഒരേപോലെ തന്നെ. പക്ഷെ നമ്മൾ എയർ എങ്ങനെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു അതിൻ്റെ അനുസരിച്ചാണ് ചില വ്യത്യാസങ്ങളുള്ളത്. ഓക്കെ, അതിനുശേഷം ഇവിടെ വരുന്ന കോൾഡ് വാട്ടർ പമ്പിന്റെ സഹായത്താൽ ഹീറ്റ് എക്സ്ചേഞ്ച് പ്ലാന്റിൽ നിന്ന് ഇവിടെ കൊടുത്തുള്ളത് വാട്ടർ കൂൾ കണ്ടൻസറാണ് കേട്ടോ. വാട്ടർ കൂൾ കണ്ടൻസറിലേക്ക് പോവുകയും വീണ്ടും വാം വാട്ടർ ഇതിലേക്ക് വരും. അങ്ങനെ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ വെള്ളത്തെ തണുപ്പിക്കാൻ എന്ത് പറ്റും?
കൂളിംഗ് ടവറുകൾ കൊണ്ട് നമുക്ക് കഴിയും. ഹോട്ട് വാട്ടർ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടർ കൂളർ കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂളിംഗ് ടവറുകൾ ഉപയോഗിക്കും. അപ്പൊ ഇത്രയാണ് അത്. ഇനി ഈ ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറും ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറും തമ്മിലുള്ള അഡ്വാൻറ്റേജും ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ ആൻഡ് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ, ഒരു ഭാഗമാണത്. ഒന്ന് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ ആൻഡ് ഓവർ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറും നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് തമ്മിലുള്ള പിന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ, മേന്മകൾ? അപ്പൊ അതിൽ ഒന്നാമത്തത് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ സ്മാളർ സൈസ്. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും, ചെറുത് മതി. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ എയറിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ ഈ ഫാനിന്റെ സഹായത്തിൽ കഴിയും. അതുകൊണ്ട് തന്നെ അത് ചെറിയ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ അപേക്ഷിച്ച് ചെറുത് മതി. പിന്നെ കൂളിംഗ് കപ്പാസിറ്റി ക്യാൻ ബി കൺട്രോൾ ബൈ കൺട്രോളിംഗ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ്ഡ് എയർ. നമ്മൾ കണ്ടൻസറിന് വരുന്ന ഹോട്ട് വാട്ടറിന്റെ കപ്പാസിറ്റി, എത്രത്തോളം വെള്ളം പെട്ടെന്ന് തണുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് കൺട്രോൾ ചെയ്താണ് മതി? ഫോഴ്സ്ഡ് എയറിനെ അല്ലെങ്കിൽ ഫാനിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് കൂളിംഗ് കപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയും. കണ്ടൻസറിന് വരുന്ന ഹോട്ട് വാട്ടറിന്റെ പെട്ടെന്ന് സ്പീഡ് തന്നെ തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫോഴ്സ്ഡ് എയറിന്റെ നമ്മൾ ഫാൻ മോട്ടറിന്റെ സ്പീഡ് കൂട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഗുണം മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനുണ്ട്. പിന്നെ ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ റൂം ബിക്കോസ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അന്തരീക്ഷ വായുവിന്റെ ഫ്ലോ നമുക്ക് ഈ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിലെ അന്തരീക്ഷ വായുവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു ഫാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ഉള്ളില് റൂമിന്റെ ഉൾവശത്തോ അല്ലെങ്കിൽ കാറ്റ് കിട്ടാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെ 3 ഗുണങ്ങളാണ് എന്തുള്ളത് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനുള്ളത്. ഒന്ന്, മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ ചെറുതായിരിക്കും, അത് മറ്റേ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ അപേക്ഷിച്ച് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ ചെറുത് മതി. 2, കൂളിംഗ് കപ്പാസിറ്റി നമുക്ക് ഫാനിന്റെ സ്പീഡ് നിയന്ത്രിച്ചുകൊണ്ട് കൂളിംഗ് കപ്പാസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, കൂട്ടാനും കുറയ്ക്കാനും കഴിയും. പിന്നെ ഇതിനെ നമുക്ക് എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഭാഗത്ത്, റൂമിന്റെ ഉൾഭാഗത്തോ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉൾവശത്തൊക്കെ ഫിറ്റ് ചെയ്യാനും കഴിയും. ഇനി അതിന്റെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ്, മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് അഡീഷണൽ പവർ ടു ഓപ്പറേറ്റ് ദ ഫാൻ. ഫാന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ സപ്ലൈ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഒരു സപ്ലൈക്ക് പവറിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് അധികം വരും. 2, മെയിൻ്റെനൻസ് ഓഫ് ഫാൻ മോട്ടർ ആൻഡ് കൺട്രോൾസ് ഇൻക്രീസ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അത് ഫാനിന്റെ കംപ്ലൈന്റുകളോ അല്ലെങ്കിൽ ഫാൻ മോട്ടറിന്റെ കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോസ്റ്റ് കൂടി നമ്മൾ ഇതിന് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടൊരു കോസ്റ്റ് ഇതിലധികം ആയിട്ട് വരും. അപ്പോൾ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ ആണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നാച്ചുറൽ എയർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടൻസറിന് തന്നെ ഹോട്ട് വാട്ടറിനെ കൂൾ ചെയ്യിക്കുന്നത്. ബട്ട് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിലെ ഒരു ഫാനിന്റെ സഹായത്തോടെ ആയതുകൊണ്ട് അതിന്
അഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഇത് 3 ഇത് പഠിച്ചു വെക്കുക. അതുപോലെ ഡിസഡ്വാൻറ്റേജ് ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കാം. നമുക്ക് കൂളിംഗ് ടവർ പ്രധാനമായിട്ടും നമ്മളെടുത്ത് കൂളിംഗ് ടവർ. അപ്പോൾ കൂളിംഗ് ടവർ എന്താണെന്ന് വെച്ചാൽ ഒരു എൻക്ലോസ്ഡ് ഒരു ടവറാണ് കൂളിംഗ് ടവർ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി വാം വാട്ടറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി ആണ് കൂളിംഗ് ടവർ ഉപയോഗിക്കുന്നതെന്നും മനസ്സിലാക്കുക. അതിൽ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ ഉണ്ട്, മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ വീണ്ടും അത് നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള എയറിനെയാണ് ഹോട്ട് വാട്ടറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എയറിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് സ്പ്രേ ടൈപ്പ്, ഫ്ലാഷ് ഡെക്ക് ടൈപ്പ്. അതിൽ സ്പ്രേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ടവറിന്റെ സ്ട്രക്ചർ എല്ലാത്തിനും ഒരേ സെയിം ആണ്, ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ. അടിയിലൊരു ടാങ്ക്, മുകളിൽ സ്പ്രേ ഹെഡർ, ആ സ്പ്രേ ഹെഡറിലൂടെ വാട്ടർ താഴേക്ക് വരാനുള്ള നോസിൽസ് ഉണ്ടായിരിക്കും. സ്പ്രേ ഹെഡറിലൂടെ താഴത്ത് വെള്ളം വരുന്നത് ഇവിടുന്ന് ഇതിലൂടെ വരുന്ന എയറുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോണ്ടാക്ട് വരുമ്പോൾ ഈ എയറിൽ നിന്ന് വാട്ടറിൽ നിന്നുള്ള ഹീറ്റിനെ എയറിലേക്ക് പാസ് ചെയ്യും. അതുവഴി എയർ ചൂടാവും, എയർ മുകളിലേക്ക് കൂടെ രക്ഷപ്പെടും. വെള്ളം തണുത്ത വെള്ളം എന്ത് ചെയ്യും, ഈ എയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത വെള്ളം തണുക്കുകയും ആ തണുത്ത വെള്ളം ഈ ടാങ്കിലേക്ക് കണക്ട് ചെയ്യും. സ്പ്രേ ടൈപ്പ് ആണെങ്കിലും സ്പ്ലാഷ് ഡെക്ക് ടൈപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ. സ്പ്ലാഷ് ഡെക്ക് ടൈപ്പിൽ ഇവിടെ ഇതിൽ മറ്റേതിനെ അപേക്ഷിച്ച് ഇവിടെ കുറെ ഡെക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, പാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നേരിട്ട് സ്പ്രേ ചെയ്ത വെള്ളം നേരെ ഇതിലേക്ക് വരുന്നതിന് പകരമായിട്ട് ഇതിൽ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് താഴേക്ക് വരിക. അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലാഷ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ എല്ലാം നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം ഒരേപോലെ തന്നെ. പിന്നെ അടുത്ത് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിൽ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ അപേക്ഷിച്ച് ഇതിൽ ഒരു ഫാനാണ് അധികം ഉണ്ടായിരിക്കുക. ആ ഫാന് ഒന്നുകിൽ സെൻട്രിഫ്യൂഗൽ ഫാൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ടൈപ്പ് ഫാൻ ആയിരിക്കും. അപ്പോൾ ഫാനുകളെ കുറിച്ച് നമ്മൾ വേറെ ചാപ്റ്റർ തന്നെ ഉണ്ട്, അത് കാരണം ഇപ്പോൾ പറയുന്നില്ല. ഒരു ഫാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ അപേക്ഷിച്ച് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറും നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് തമ്മിലുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് കാര്യമായിട്ട് പഠിക്കുക. അഡ്വാൻറ്റേജസ് എന്താണ്? നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ സ്മാൾ സൈസ്, ചെറിയ സൈസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി നമുക്ക് എയറിന്റെ അല്ലെങ്കിൽ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് കൂളിംഗ് കപ്പാസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ, ചെറിയ റൂമിലും അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജസ്, ഇറ്റ് റിക്വയർസ് അഡീഷണൽ പവർ, കൂടുതൽ വേറെ എക്സ്ട്രാ പവർ വേണം ഫാൻ ഓടിക്കാൻ. അതുപോലെ മെയിൻ്റെനൻസ്, ഈ ഫാൻ മോട്ടറിന്റെ മെയിൻ്റെനൻസും അതിന്റെ കോസ്റ്റ്, മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് അഡീഷണൽ ആയിട്ട്. സോ വാട്ടർ കൂൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടറിനെ കൂൾ ചെയ്യിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്ന് കൂളിംഗ് ടവർ. കൂളിംഗ് ടവർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ മാർഗം സ്പ്രേ പോൺസ്. സ്പ്രേ പോൺസ് അതുപോലെ കൂളിംഗ് പോൺസ്. അതിൽ സ്പ്രേ പോൺസിനെ കുറിച്ച് പറയാം. സ്പ്രേ പോൺസ് എന്ന് പറഞ്ഞാൽ നോക്കാം, ഫിഗറിൽ കാണുന്ന പോലെ വലിയൊരു വെള്ളം സംഭരിക്കാനുള്ള വലിയൊരു ടാങ്ക്. അതായത് വെള്ളം സംഭരിക്കാനുള്ള വലിയൊരു ടാങ്ക്. ഇത് സാധാരണ ഓപ്പൺ എയറിലായിരിക്കും വെച്ചിട്ടുണ്ടാവും. ഓപ്പൺ എയർ എന്ന് പറഞ്ഞാൽ ഒരു കുളം പോലെ, അത്രയും വലിയതായിരിക്കും. ഒരു കുളം പോലെയുള്ള വലിയൊരു ടാങ്കാണ് ഇതിന്റെ സംഭരണി എന്ന് പറയുന്നത്. അതിന്റെ മുകൾ വശത്തായിട്ട് കണ്ടൻസറിൽ നിന്നും വരുന്ന ഹോട്ട് വാട്ടർ കണ്ടൻസറിൽ നിന്ന് വന്ന ഹോട്ട് വാട്ടറിനെ സ്പ്രേ ചെയ്യിക്കുന്നതിന് വേണ്ടി കുറെ നോസിലുകളും ഹെഡുകളും
ഉണ്ടായിരിക്കും. നോസിൽസ് ആൻഡ് ഹെഡ്സ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഈ വെള്ളം വലിയ സ്പ്രേ ആയിട്ട് മുകളിലേക്ക് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്തിട്ട് വന്ന് വീഴുന്നത് ഈ വലിയ ടാങ്കിലേക്കായിരിക്കും. അങ്ങനെ മുകളിലേക്ക് പോകുന്ന ഈ സ്പ്രേ ചെയ്യുന്ന അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന ഈ വെള്ളം ഈ ഹോട്ട് വാട്ടർ അന്തരീക്ഷത്തിലുള്ള ഇതിലൂടെയുള്ള ഈ എയർ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ വെള്ളം തണുക്കുകയും ആ തണുത്ത വെള്ളം ഈ സംഭരണിയിലേക്ക് വന്ന് വീഴുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. അത് ഹോട്ട് വാട്ടറിനെ എങ്ങനെ കൂൾ ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള രണ്ടാമത്തെ വേറൊരു മാർഗമാണ് ഈ സ്പ്രേ പോൺസ്. ഓക്കെ, നേരത്തെ ഒന്നാമത്തെ കൂളിംഗ് ടവർ വേറെ വിധം. ഇതാണെങ്കിൽ ഓപ്പൺ എയറിൽ വെക്കുക, അതായത് കുറച്ച് കൂടുതൽ സ്ഥലം വേണം സ്പ്രേ പോൺസിന്. അപ്പോൾ അതിന്റെ പ്രധാന ഭാഗങ്ങളാണ്: ഒന്ന്, വലിയൊരു സംഭരണി, അതായത് ഒരു ചെറിയൊരു കുളത്തിന്റെ അത്ര വലുപ്പത്തിലുള്ള വലിയൊരു സംഭരണി. അതിന്റെ മുകളിലായിട്ട് ഒന്നിലധികമോ ഈ സ്പ്രേ ചെയ്യാനുള്ള പൈപ്പുകൾ വെച്ചിട്ട് സ്പ്രേ നോസിലൂടെ വെള്ളം മുകളിലേക്ക് ചീറ്റും. അങ്ങനെ എയറിലൂടെ കടന്നു പോകുന്ന ഈ വെള്ളം എയറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയും അതുവഴി വെള്ളം തണുത്ത് ഈ റിസർവോയിൽ കളക്ട് ചെയ്യും. ഈ റിസർവോയിൽ വരുന്ന തണുത്ത വെള്ളത്തിനെ വീണ്ടും നമ്മൾ വാട്ടർ കൂൾ കണ്ടൻസറിലേക്ക് കടത്തിവിടുകയും ചെയ്യും. ഒരു പമ്പ് സെറ്റിന്റെ സഹായത്താൽ വീണ്ടും വാട്ടർ കൂൾ കണ്ടൻസറിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് സ്പ്രേ പോൺസിന്റെ പ്രവർത്തനം. സ്പ്രേ പോൺസിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് എത്ര ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇതുപോലെ തണുപ്പിക്കാൻ ഇതുകൊണ്ട് കഴിയും. പക്ഷെ എന്താണ് കുറെ അധികം സ്ഥലം വേണം. അപ്പൊ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് വെള്ളം തണുപ്പിക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഐസ് പ്ലാന്റുകളിലൊക്കെ ഈ വിധത്തിലാണ് വെള്ളത്തിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് സ്പ്രേ പോൺസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതുപോലെ വലിയൊരു ജലസംഭരണി, സ്പ്രേ പോണ്ടുകളെ ഒരു രൂപകൽപ്പന എങ്ങനെയായിരിക്കും? ഒന്ന്, വലിയൊരു ടാങ്ക്. അത്രയും വലിയ ടാങ്കിന്റെ മുകളിലായിട്ട് ഒന്നിലധികമോ സ്പ്രേഡറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിലൂടെ ഈ വെള്ളത്തിനെ വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ട് ആണ് വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നല്ല ശക്തിയായിട്ടുള്ള ജലം ഇവിടെ മുകളിലേക്ക് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുന്ന അവസരത്തിൽ ഈ ഹോട്ട് വാട്ടർ ഹീറ്റിനെ പുറത്തേക്ക് തള്ളും, അതായത് അന്തരീക്ഷ വായുവിലേക്ക് കൈമാറുകയും അങ്ങനെ ഇതിലൂടെ വരുന്ന ഈ വെള്ളം തണുത്ത് ഈ ടാങ്കിലേക്ക് ചാടും. ഈ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യും? തണുത്ത വെള്ളത്തിനെ നമ്മൾ വാട്ടർ കൂൾ കണ്ടൻസറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സ്പ്രേ പോൺസ്. ഇനി കപ്പാസിറ്റി ഓഫ് കൂളിംഗ് ടവറിന്റെയും സ്പ്രേ പോൺസിന്റെയും കപ്പാസിറ്റി. എന്താണ്? ദ കപ്പാസിറ്റി ഓഫ് കൂളിംഗ് ടവേഴ്സ് ആൻഡ് സ്പ്രേ പോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് പാർട്സ്. ഒന്ന്, the amount of water surface exposed to the air. രണ്ട്, length of exposure time. മൂന്ന്, velocity of air passing over the water droplets. അതായത് കൂളിംഗ് ടവറിന്റെയും സ്പ്രേ കൂളിംഗ് പോൺസിന്റെ ഒക്കെ കപ്പാസിറ്റി എങ്ങനെയാണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് ഉള്ളതാണ് താഴെ പറയുന്നത്. അതായത് മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൂളിംഗ് ടവറിന്റെ അല്ലെങ്കിൽ സ്പ്രേ പോൺസിന്റെ കപ്പാസിറ്റി ഉള്ളത്. ഒന്നാമത്തെ, എമൗണ്ട് ഓഫ് വാട്ടർ സർഫസ് എക്സ്പോർട്ട് ടു ദ എയർ. വെള്ളം എത്രത്തോളം എയറിലേക്ക് എക്സ്പോസ് ചെയ്യുക, അതായത്
പുറത്തേക്ക് തെറിപ്പിക്കുക. അതിനനുസരിച്ചാണ് ഒന്നാമത്തെ കാര്യം. 2, ലെങ്ത് ഓഫ് എക്സ്പോസർ ടൈം. അത് എത്രത്തോളം സമയം എയറിൽ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ട്, അത് എത്ര ദൂരം പിന്നെ എയറിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എമൗണ്ട് ഓഫ് വാട്ടർ സർഫസ് എക്സ്പോസ് എയർ, എത്രത്തോളം വെള്ളത്തിനെ എയറിലേക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ലെങ്ത്, ദൂരം, എത്ര സമയം എടുക്കുന്നു. അത് വളരെ പെട്ടെന്ന് വെള്ളം താഴേക്ക് വരികയാണെങ്കിൽ അപ്പോൾ എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള സമയം വളരെ കുറവായിരിക്കും. അപ്പൊ എത്രത്തോളം ദൂരം കൂടുന്നോ അത്രയും എക്സ്പോസർ ടൈം വ്യത്യാസപ്പെടും. അപ്പൊ അതിനനുസരിച്ച് കൂളിംഗ് കപ്പാസിറ്റി വ്യത്യാസപ്പെടും. മൂന്നാമത്തെ വെലോസിറ്റി ഓഫ് എയർ പാസിംഗ് ഓവർ ദ വാട്ടർ ഡ്രോപ്പ്. വാട്ടർ പാർട്ടിക്കിൾസിന്റെ ഇടയിലൂടെ പോകുന്ന എയർ എത്രത്തോളം വെലോസിറ്റി, എത്രത്തോളം വേഗത്തിലാണ് എയർ സഞ്ചരിക്കുന്നത്, എത്രത്തോളം എയർ ഈ വെള്ളത്തിന്റെ പാർട്ടികളുമായി സമ്പർക്കത്തിൽ വരുന്നുണ്ടോ അതിനനുസരിച്ചും കൂളിംഗ് ടവറിന്റെ കപ്പാസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒന്നാമത്തത് ദ എമൗണ്ട് ഓഫ് വാട്ടർ സർഫസ് എക്സ്പോസ്ഡ് ടു എയർ. കൂളിംഗ് ടവറിന്റെയും സ്പ്രേ പോൺസിന്റെയും കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എമൗണ്ട് ഓഫ് വാട്ടർ സർഫസ് എക്സ്പോസ്ഡ് ടു എയർ. എത്രത്തോളം എയറുമായിട്ട് വെള്ളം, എത്രത്തോളം എയറിലേക്ക് വെള്ളം പിന്നെ എക്സ്പോസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച്. 2, ലെങ്ത് ഓഫ് എക്സ്പോസർ ടൈം, എത്ര സമയം ആണ് എയറും വെള്ളവുമായിട്ട് എത്ര സമയം കൂടുതൽ നിൽക്കുന്നുണ്ടോ അത്രയും കപ്പാസിറ്റി കൂടുതലാവാൻ സാധ്യതയുണ്ട്. 3, വെലോസിറ്റി ഓഫ് എയർ പാസിംഗ് ഓവർ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഈ വെള്ളത്തുള്ളികളുടെ ഇടയിലൂടെ എയറിന്റെ വേഗം, എത്രത്തോളം വേഗത്തിൽ എയർ പാസ് ചെയ്യുന്നുണ്ടോ അത്രയും കപ്പാസിറ്റി കൂളിംഗ് ടവറിന്റെയും സ്പ്രേ പോൺസിന്റെയും കപ്പാസിറ്റി കൂട്ടാൻ നമുക്ക് കഴിയും. അടുത്തത് കൂളിംഗ് പോൺസ്. നേരത്തെ നമ്മൾ പഠിച്ചു, കൂളിംഗ് ടവർ പഠിച്ചു, കൂളിംഗ് സ്പ്രേ പോൺസ് പഠിച്ചു. അടുത്ത് കൂളിംഗ് പോൺസ്. കൂളിംഗ് പോൺസ് 2 വിധത്തിലാണുള്ളത്. കൂളിംഗ് പോൺസ് 2 വിധം. പിന്നെ ഈ കൂളിംഗ് പോൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ ഒരു വെള്ളത്തിന്റെ കുളിക്കാനുള്ള ഏറ്റവും ലളിതമായ ഒരു രീതിയാണ് കൂളിംഗ് പോൺസ് എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോൺ ഡയറക്റ്റഡ് ഫ്ലോ ടൈപ്പ്, 2 ഡയറക്റ്റഡ് ഫ്ലോ ടൈപ്പ്. നോൺ ഡയറക്റ്റഡ് ഫ്ലോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാം, ഇവിടെ അടിഭാഗത്തൊരു ടാങ്ക് കാണാം. ഈ ടാങ്കിലേക്ക് ഹോട്ട് വാട്ടർ ഇതുപോലെ ഒഴുക്കി കൊടുത്തിട്ട് ഒരു ടാങ്കിൽ നിക്ഷേപിക്കാം. അതായത് കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ ഈ ടാങ്കിന്റെ മോൾ ഭാഗത്ത് വന്ന് വീഴും. ഓക്കെ, അപ്പോ വലിയൊരു സംഭരണിയിലേക്ക് ഈ ഹോട്ട് വാട്ടറിനെ നമ്മൾ വന്ന് വീഴിക്കും. മുകളിൽ നിന്ന് ഒരു പൈപ്പ് വഴി വന്ന് വീഴിക്കും. അത് സിംപ്ലസ്റ്റ്, ഏറ്റവും ലളിതമായൊരു ഇതാണ്. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നേരെ പൈപ്പ് വഴി ഒരു ടാങ്കിലേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ ചൂടുള്ള വെള്ളം എപ്പോഴും മുകളിലാണ് ഉണ്ടാവുക, തണുത്ത വെള്ളം അടിഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിന് എന്ത് ചെയ്യും, കണ്ടൻസറിലേക്ക് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ ഒരു വാട്ടർ പമ്പിന്റെ സഹായത്താൽ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ നോൺ ഡയറക്റ്റ് ഫ്ലോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഏറ്റവും ലളിതമായൊരു രീതി. ഹോട്ട് വാട്ടറിനെ ഒരു ട്യൂബ് വഴി വളരെ വലിയൊരു ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യിക്കും. ആ ഫ്ലോ ചെയ്യിക്കുന്ന ഫലമായിട്ട് ഈ ചൂടുള്ള വെള്ളം മുകളിൽ കളക്ട് ചെയ്യും. അതുപോലെ തണുത്ത വെള്ളം താഴെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ നേരെ നമ്മൾ എന്ത് ചെയ്യും,
കണ്ടൻസറിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അടുത്ത് ഡയറക്റ്റ് ഫ്ലോ ടൈപ്പ്. ഡയറക്റ്റ് ഫ്ലോ ടൈപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ടാങ്കിനെ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടാങ്കിനെ ഇതുപോലെ ഓരോ പാർട്ടുകളാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇതിന് കാണാം, കണ്ടൻസറിൽ നിന്നുള്ള വെള്ളം ഈ ടാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് പുറത്തേക്ക് പോവാൻ കഴിയില്ല. ഇങ്ങനെ വേണം, ഇതിലൂടെ വന്ന വെള്ളം ഇതിലെ വന്ന് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വേണം പുറത്തു പോകാൻ. അതായത് പെട്ടെന്ന് ഉള്ളിലേക്ക് വന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സമയദൈർഘ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇതിനോരോ ഇതുപോലെ ചുമരുകൾ വെച്ചിട്ടുണ്ടാവും. ഇത്രയും വലിയ ഈ ടാങ്കിനെ ഇതുപോലുള്ള ഭിത്തികൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഭിത്തി ഇത്രയാണ്, ഇത് ഇവിടെ തൊട്ട് ഇതുവരെയാണ് ഇതിന്റെ ഭിത്തി, ഇതുപോലെ നിർമ്മിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം ഇതിൽ വരുന്ന വെള്ളം പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതിന്റെ സമയം ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതുപോലെയുള്ള ഓരോ വഴികളിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് അപ്പൊ അത്രയും സമയം കൊണ്ട് എന്ത് ചെയ്യും, ഇത്രയും സമയം ആയതുകൊണ്ട് സമയദൈർഘ്യം കൂടുതലുകൊണ്ട് ഈ ഇതിലിരുന്ന ഹോട്ട് വാട്ടർ ഇവിടെ എത്തുമ്പോഴേക്ക് തണുത്തുണ്ടാവും. അപ്പൊ ഈ വെള്ളത്തിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ കഴിയും, റീസർക്കുലേറ്റ്, അതായത് കോൾഡ് വാട്ടർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന് നമുക്ക് റീസർക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നോക്കാം, പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വാട്ടർ കൂളർ കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടറിനെ ഏറ്റവും ലളിതമായ രീതിയിൽ തണുപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഈ കൂളിംഗ് പോൺസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൽ നല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളെ പേഴ്സണൽ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ എല്ലാം ചോദിക്കുക. പിന്നെ അതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2-3 പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായും ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, നിങ്ങൾ ഓരോ ആളുകൾക്ക് വേണ്ടി വരെ ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക. എല്ലാവരും ക്ലാസ്സുകൾ കാണുക, പിന്നെ കൂടുതൽ പുറത്തൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.